മുട്ടയും മുളകും സവോളയും ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കളിച്ച് ചിരിച്ചു വളർന്നവരായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് സവോള നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായി മാറി. മുളക് അവന്റെ ശിങ്കിടിയും. സവോളയെ തൊട്ടവരൊക്കെ കരഞ്ഞിട്ടേ ഉള്ളൂ. മുട്ട പക്ഷേ പരിപാവനമായ സന്യാസ ജീവിതത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഒരിക്കൽ കൊലക്കുറ്റത്തിന് ജയിലിലായിരുന്ന കരക്കത്തി പരോളിലിറങ്ങി. നാട്ടുകാർ പേടിച്ചവന്റെ അടുത്തേക്ക് പോലും പോയില്ല. എന്നാൽ സവോള നെഞ്ചും പിരിച്ചു തന്നു. ഡേ, ഈ നാട്ടിലെ ഒരേ ഒരു ഗുണ്ടയാണ് ഞാൻ, കുറച്ചൊക്കെ ബഹുമാനമാകാം. കരക്കത്തി ദേഷ്യം കൊണ്ട് വിറച്ചു. നീയാണല്ലേടാ ആളുകളെ കരയിപ്പിക്കുന്ന സവോള, എന്നെ കരയിപ്പിക്കാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? സവോള വാശിയോടെ കരക്കത്തിയെ തല്ലാൻ ചെന്നു. ക്രൂരനായ കരക്കത്തി സവോളയെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയിട്ടു. തടയാൻ ചെന്ന മുളകിനെയും അരിഞ്ഞ് കഷ്ണങ്ങളാക്കി. അത് കണ്ട മുട്ടയ്ക്ക് സഹിച്ചില്ല. തന്റെ ചങ്ങാതിമാരുടെ ജീവന് വേണ്ടി മുട്ട ഉഗ്ര തപസ് തുടങ്ങി. പക്ഷേ ദൈവം പ്രത്യക്ഷപ്പെട്ടതേയില്ല. ഓം മന്ത്രോച്ചാരണം തുടരാൻ തന്നെ മുട്ട തീരുമാനിച്ചു. തപസിന്റെ തീവ്രതയിൽ മുട്ട പൊട്ടിയൊഴുകി സവോളയുടെയും മുളകിന്റെയും കഷ്ണങ്ങളിലേക്ക് പടർന്ന് ചൂടത്ത് കിടന്ന് വെന്തു. സൗഹൃദത്തിന്റെയും നൊമ്പരത്തിന്റെയും പ്രതീകമായി അങ്ങനെയാണത്രേ ഓംലെറ്റ് ഉണ്ടായത്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.